നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിനടുത്തുള്ള ഒരു കോളേജിലേക്കാണ്. അതെ, ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടുത്തെ 2024-25 നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ലാമിനേറ്റിംഗ് സെറമണിയാണ്. സോ അതിലേക്ക് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പേരൻസും സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഇൻട്രാക്ഷൻ നടത്താം. ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലെ മുൻ എഡ്യൂക്കേഷണൽ മിനിസ്റ്ററും അതേപോലെ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ടുള്ള ഡോക്ടർ സുധാകർ സാറിൻ്റെയാണ്. ഇദ്ദേഹം തന്നെയാണ് നിലവിൽ ഈ പർട്ടിക്കുലർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു MPയും അദ്ദേഹം തന്നെയാണ്. സോ ഒരു ഡോക്ടറും കൂടെയാണ് അദ്ദേഹം. സോ നിങ്ങൾക്കറിയാം എന്തുമാത്രം ക്വാളിറ്റിയിലായിരിക്കും ഇവിടുത്തെ ഓരോ അമ്യൂണിറ്റീസും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഫെസിലിറ്റീസും എല്ലാം ക്യൂറേറ്റ് ചെയ്യുന്നതെന്നുള്ളതും ആ ഒരു കാര്യത്തിൽ, അതായത് ഇവിടുത്തെ ഓരോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ളതിൽ അദ്ദേഹം ഒരു കർക്കശനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. സോ നിങ്ങൾക്ക് അതും കാണാനായിട്ട് സാധിക്കും. പിന്നെ നിലവിൽ ഒരുപാട് പുതിയ അമ്യൂണിറ്റീസ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ബോയ്സിനും ഗേൾസിനും ഫുള്ളി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആണ്. അതുമാത്രമല്ല ഇവരുടെ ജിം ഫെസിലിറ്റി എടുത്ത് പറയേണ്ടതുണ്ട്, ലോണ്ട്രി ഫെസിലിറ്റി എടുത്ത് പറയേണ്ടതുണ്ട്. പിന്നെ കേരള മെസ്, കേരളത്തിൽ നിന്നും വന്നിട്ടുള്ള കുക്കുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണമാണ് ഇവരുടെ കൂടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചും ഈ ഹോസ്റ്റലിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ എല്ലാ പേരൻസിനും സ്റ്റുഡൻസിനും ഒരു വലിയ രീതിയിൽ പറയാനായിട്ട് തന്നെ ഉണ്ട് കുറേ കാര്യങ്ങൾ. ഇനി അത് കൂടാണ്ട് ഒരു പുതിയൊരു കഫറ്റേരിയയും അവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സ്റ്റുഡൻസ് കണ്ട് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, എന്താ പേര്? എൻ്റെ പേര് ആൽഫിൻ. ആൽഫിൻ, നിങ്ങൾ ഏത് ബാച്ചാ? ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സ്. ഏത് കോഴ്സ്? BPT. ആ, എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? ഭക്ഷണം അടിപൊളിയാണ്. നോർമലി ഇവിടെ തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്തോടാ? ബുധനാഴ്ച ചിക്കൻ കറി. ചിക്കൻ കറി അടിപൊളിയാ. ഞായറാഴ്ചത്തെ ഫ്രൈഡ് റൈസും അടിപൊളിയാ. ബിരിയാണി ഞായറാഴ്ച ഉച്ചയ്ക്ക് ബിരിയാണി, വെള്ളിയാഴ്ച വൈകിട്ട് ഫ്രൈഡ് റൈസ്, ചൊവ്വാഴ്ച വൈകിട്ട് മുട്ടക്കറി, എല്ലാം അടിപൊളി. നോൺ വെജ് ഐറ്റം എല്ലാം അടിപൊളിയാണ്. മസാല ദോശ ഉണ്ട്, അടിപൊളിയാണ്. ഫുഡൊക്കെ ഓക്കെ, എല്ലാം അടിപൊളിയാണ്. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ശാന്തയിലെ? എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം പറ. ഹോസ്റ്റൽ നല്ല ഫെസിലിറ്റിയാ. ജിമ്മ് ഞാൻ കണ്ടിട്ടുണ്ട്. ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ജിമ്മിൽ പോകാറുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പേരൻസുമായിട്ട് ഇനി സംസാരിക്കാം. സോ അവർ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന സമയത്താണ്. ഹായ് സാറേ, നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് എബി. എൻ്റെ പേര് അംപ്ലി സോജി. എൻ്റെ പേര് സിബി. എൻ്റെ പേര് ഫൈസൽ. എൻ്റെ പേര് ഫാസിൽ. എവിടെയാണ് നാട്ടില്? നാട്ടിൽ ആലപ്പുഴ. ഞങ്ങൾ ഇടുക്കി. ഞാൻ ആലപ്പുഴ. നാട്ടിൽ ഇടുക്കി. കോഴിക്കോട്. ചേർത്തല തന്നെ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഫസ്റ്റ് ഇയർ നേഴ്സിംഗാ? ഫസ്റ്റ് ഇയർ നേഴ്സിംഗ് അല്ലേ? കാർഡിയാക്ക AHS അല്ലേ എടുത്തേക്കുന്നത്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ഇവിടുത്തെ ഒരു വർഷത്തെ ജീവിതം? നല്ല അഭിപ്രായമാണ്. കോളേജിനെ പറ്റിയും ഇവിടുത്തെ ഫുഡിനെ പറ്റിയും എപ്പോഴും വിളിക്കാറുണ്ട്. നല്ലൊരു അഭിപ്രായമാണ്. താമസ സൗകര്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നു. സന്തോഷത്തോടുകൂടെ പോകുന്നത്. എങ്ങനെയുണ്ട് സാറിന്റെ മക്കള്? കുഴപ്പമില്ല, ഇതുപോലെ തന്നെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഓക്കെ, നല്ല അഭിപ്രായം തന്നെയാണ്. താമസമൊക്കെ കൊള്ളാം. അകലെയാണെങ്കിൽ ഈ കോളേജിനെ പറ്റി അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങള് ഇത്രയും ഇങ്ങോട്ട് വന്നത്. സേഫ്റ്റി. ഓക്കെ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മക്കളെ സേഫ്റ്റി നമുക്ക് അത് വളരെ ഒരു
ആ എല്ലാവരും ഇവിടെ തന്നെ താമസിക്കുന്നത് കൊണ്ടല്ലേ? താമസിക്കുന്നത് അതല്ല, കോളേജ് വീട് പുറത്തോട്ട് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. സിറ്റിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറിയതുകൊണ്ട് നമുക്ക് അതും ഒരു പേടിയില്ല, കുറച്ചും കൂടെ സേഫ്റ്റി നമുക്ക് അത്യാവശ്യം. പക്ഷെ അത് നമുക്ക് ഇവിടുന്നായിട്ട് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടുന്നു, നന്നായിട്ട് ലഭിക്കുന്നു. പിന്നെ അവരെ പഠിത്തത്തിനും അവരുടെ ടീച്ചേഴ്സിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അവരെ നല്ല ഇത്, പിന്നെ ഹോസ്റ്റലിനെ കുറിച്ചും ഫുഡ് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, എല്ലാം നല്ലൊരു അഭിപ്രായം. പിന്നെ ഞാൻ പറയില്ല, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി അതാണ്. സുഖമായിട്ട് വീട്ടിൽ നാട്ടിലൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടിരിക്കാം, സമാധാനത്തോട്ടിരിക്കാം. ഹോസ്റ്റലിൽ എല്ലാം ഈ കോളേജിനകത്താണല്ലോ, ഒന്നിനും പുറത്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റിയാണ്. അതാണ് ഏറ്റവും പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇവിടെ പഠിച്ചവരാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഇവിടുത്തെ പഠിത്തത്തിലായാലും നമ്മുടെ പിള്ളേർക്കും കുഴപ്പമൊന്നുമില്ല. ഹോസ്റ്റലില് വാർഡന്മാര് ടീച്ചർമാര് എല്ലാവരും നന്നായിട്ട് പോകുന്നു. ഡെയിലി എല്ലാവരും വിളിക്കാറൊക്കെ ഉണ്ട്, എല്ലാവരും വിളിക്കാറുണ്ട്. അവര് കുട്ടികളെ പോരുമ്പോ ഇവിടുന്ന് വിളിച്ചു പറയാറുണ്ട്, ഇവിടുന്ന് കോളേജിൽ നിന്ന് വിളിച്ചു പറയും, അവരിവിടെ വരുമ്പോൾ ഇൻഫോം ചെയ്യും, വന്നു എന്നുള്ളത് അറിയിക്കുകയും ചെയ്യും. ഇവിടെ മകളാണോ? മകള് ഫസ്റ്റ് ഇയറാ? ഫസ്റ്റ് ഇയർ. ലാം ലൈറ്റിംഗ് സെറമണി എങ്ങനെ ഉണ്ടായിരുന്നു? ലാം ലൈറ്റിംഗ് സെറമണി നന്നായിരുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം എന്താണ് മക്കളെ ഇങ്ങോട്ടേക്ക് ശാന്ത എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? സെലക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് കോളേജുകൾ പോയി കണ്ടു. അതിനുവേണ്ടി തന്നെ ഞങ്ങൾ ഒരു 1-2 മാസത്തോളം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ 3 കുട്ടികൾ ഒന്നിച്ചാണ് വന്നത്. ഞങ്ങൾ പല കോളേജുകളും പോയി കണ്ടു. കണ്ടിടത്തൊന്നും ഞങ്ങൾക്ക് അത്ര സേഫ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങളെ കുറെ അധികം സഹായിച്ച അലൻ സാറാണ്. അലൻ സാറിനോട് ഞങ്ങൾ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് 3 പിള്ളേരുടെ ഞങ്ങൾ പേരൻസ് ഇവിടെ വന്നു. പിള്ളേരെ ആദ്യം ഞങ്ങൾ തന്നെ വന്നു, പിന്നെ കുട്ടികളെ കൂട്ടി വന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സേഫ്റ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അല്ല ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബോയ്സിന്റെയും ഗേൾസിന്റെ ആണേലും അവരുടെ ആ സേഫ്റ്റി, ലീവിന് വിടുന്നതാണേലും തിരിച്ച് വരുന്നതാണേലും അതെല്ലാം ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഞങ്ങൾ കോളേജ് സെലക്ട് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും കഴിഞ്ഞ 1 വർഷമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. ശാന്ത സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? ശാന്ത സെലക്ട് ചെയ്യാനായിട്ട് ഞാനൊരു പട്ടാളക്കാരനാണ്. അപ്പോൾ നമ്മൾ ഈ കോളേജിനെ കുറിച്ച് പലയിടത്തും അന്വേഷിച്ചു, ഒത്തിരി കോളേജിനെ കുറിച്ച് അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഇവിടെ കോളേജ് വരുമായിരുന്നു. കോളേജ് വന്നു കഴിഞ്ഞിട്ട് സത്യത്തിൽ ഈ ഗേറ്റിനകത്ത് കണ്ടപ്പോൾ ഇവിടുത്തെ ആ ഡിസിപ്ലിനും ബാക്കി മൊത്തത്തിൽ നീറ്റായിട്ടുള്ള സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ പിള്ളേരുടെ ഹോസ്റ്റല്, പിന്നെ റീഡിംഗ് റൂം എല്ലാം കണ്ടപ്പം എല്ലാം മൊത്തത്തിൽ നല്ല നീറ്റ് ഡിസിപ്ലിൻ അതാണ്, നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് ഉറപ്പായി പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലെന്നുള്ളത്. കുട്ടികൾ ആ ഒരു ചിട്ടയിൽ തന്നെ പോകുന്നു, മനസ്സിലായി. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഈ കോളേജിന് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം ഉണ്ടെന്ന് നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവിടെ ചേർന്ന് പറയാം. ഓക്കെ. എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ശാന്ത എടുത്തത്? ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ ഒരുപാട് കോളേജ് നോക്കിയിട്ടുണ്ട്, ഒരുപാട് കോളേജ് നോക്കി. ആക്ച്വലി ബാംഗ്ലൂരിനാണ് ഞാനിപ്പോൾ പ്രോപ്പർ. സോ എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി ഫെസിലിറ്റി ഉള്ള ഒരു കോളേജ്, അവരെല്ലാം കെയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കോളേജ്, നല്ലൊരു എല്ലാത്തിനും കൊണ്ട് പ്രകാരപ്പെട്ട സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ കോളേജ് ശാന്ത കോളേജ്. അങ്ങനെ വന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? സന്തോഷമാണോ? ഫുഡും കാര്യമില്ല, അതെല്ലാം ഓക്കെയാണ് പറയുന്നത്. പിന്നെ എല്ലാ കാര്യം കൊണ്ടും ഇതൊരു ഓക്കെയാണ്, സന്തോഷത്തോടുകൂടെ പോകുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് സാറേ? അതേമാതിരി എന്റെ ഫ്രണ്ടാണ്, ഓനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. കുറച്ച് കാലമായി ഇവിടെ ബാംഗ്ലൂരാണ്, ഇതിലൊക്കെ കുട്ടികളൊക്കെ ചേർക്കാനും. അപ്പൊ അങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്താണ്. നമ്മള് ചെറുപ്പം കാലം മുതലേ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഒരുപാട് കോളേജിനെ പറ്റി എനിക്ക് അറിയുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ശാന്ത കോളേജ് തിരഞ്ഞെടുത്താണ് നമ്മളെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലും എല്ലാ കാര്യവും കൊണ്ട് സന്തോഷമാണ്, സംതൃപ്തനാണ്. ഒരു കംഫർട്ട്നെസ് ഉണ്ട് ഫാമിലിക്ക്. ഇവിടെ നല്ലൊരു സേഫ്റ്റി ആണെന്നൊരു വിശ്വാസം പരക്കെയുണ്ട്. അകത്ത് തന്നെ എല്ലാവരും താമസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വിശ്വാസമുണ്ട് ഇതിനകത്തുള്ളത് കൊണ്ടും. അതാണ് വിശ്വാസം. ഓക്കെ. എന്താണ് റീസൺ? അത് തന്നെയായിരുന്നു. ഞങ്ങൾ ഇത്ര ദൂരം, ഞങ്ങൾക്കൊരു ദൂരം ഒരു വിഷയമാണ്. ഞങ്ങൾ ഇവിടെ കംഫർട്ട് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പിള്ളേർ ഓക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. മക്കൾ എങ്ങനെയുണ്ട്? സന്തോഷമാണോ നിങ്ങൾ? സന്തോഷമാണ്. എന്താ ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കാൻ ഹോസ്റ്റൽ ലൈഫാണ്. എന്തായാലും പറയാം, ഫുഡൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഓക്കെ. നന്നായിട്ട് നല്ല ഉത്തരവാദിത്വം ഉണ്ട് ഇവിടെ. അതാണ് മെയിനായിട്ട് ഉത്തരവാദിത്വം. നമുക്ക് ധൈര്യത്തോടെ വീട്ടിൽ തങ്ങാം. ഓക്കെ. അതാണ് മെയിൻ എന്ന് പറയാം.
ഓക്കെ, അപ്പം പരിചയപ്പെട്ട സന്തോഷം. ഇതെല്ലാം കാണാം. നിരവധി സ്റ്റുഡൻസുമായിട്ടും പേരൻസുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചു. പേരൻസിൻ്റെ അടുത്ത് നിന്നും ഒരു നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരുന്നത്. ലാമ്പ് ലൈറ്റിങ്ങിന് സെറിമണിക്ക് സമയത്ത് ഒരു വർഷം കുട്ടികളെ ഇവിടെ കൊണ്ടാക്കിയതിന് ശേഷം അവർ എല്ലാവരും മിക്ക പേരൻസും വരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. സോ നിരവധി പേരൻസുമായിട്ട് കാണാനായിട്ട് സാധിച്ചു. നമുക്കതിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ഈ ഒരു റിവ്യൂ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് ഈ ഒരു ക്യാമ്പസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കോളേജിനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരച്ച് കാട്ടാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ക്യാമ്പസിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂർക്ക് ഈ തൊട്ടിപ്പുറത്തുള്ള ഡിസ്ട്രിക്റ്റ്, അതായത് ചിക്ബലാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്കൊരു 35-40 മിനിറ്റ്സിനകത്ത് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. സോ നിയറസ്റ്റ് ബസ്സിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മജസ്റ്റിക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് KSRTC ബസ്സിൽ ഇതിന് തൊട്ട് വാതിൽക്ക് തന്നെ ഇറങ്ങാം. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ ലഭിക്കുന്നത് കൊണ്ട് ഇവർക്ക് വെളിയിൽ ഒരു കാര്യത്തിന് ആശ്രയിക്കേണ്ടത് പോലും ആവശ്യം വരുന്നില്ല. പിന്നെ അതുകൂടാണ്ട് പല സമയങ്ങളിൽ ഇവർക്ക് ഔട്ടിങ്സ് കൊടുക്കുന്ന സമയങ്ങളുണ്ട്. അത് ഇവർ ക്രമീകരിച്ച് ഇവരുടെ സ്റ്റാഫ് മാനേജ്മെൻറ്റും ക്രമീകരിച്ച് അത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇനിയും കൂടുതലായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ക്യാമ്പസിനെ കുറിച്ച് അറിയണമെന്നുള്ളവർ നിങ്ങളിവിടെ വരിക. നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് കോളേജിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ എത്തുക. നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് കണ്ട് സന്തോഷമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് മറ്റ് പേരൻസൊക്കെ പറഞ്ഞതുപോലത്തെ നിബന്ധനകളോടുകൂടെ നിങ്ങളുടെ കുട്ടികളെയും ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരെ വരാം. നിരവധി കോഴ്സുകളുണ്ട്. സോ എല്ലാ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു കോളേജിലെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.